ഇന്ത്യൻ ജൂറിസ്പ്രൂഡൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ മകൾ എന്നെ ഉപദേശിച്ചു. അച്ഛൻ പഠിപ്പിച്ചിരുന്ന കാലത്തുള്ള കുട്ടികളൊന്നുമല്ല. അച്ഛൻ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ അവരെ ഉപദേശിക്കാനൊക്കെ നിൽക്കരുത്, വെറുതെ കുട്ടികളുടെ വായിൽ നിന്ന് വലുതൊക്കെ കേൾക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കേ. വളരെ കർശനമായിട്ട് എന്നിട്ട് ഇടയ്ക്ക് എന്നെ വിളിച്ച് പറയുകയും ചെയ്യും, അച്ഛൻ അങ്ങനെയൊക്കെ കുട്ടികളുടെയൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ടുണ്ട്, അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം ഉപദേശമാണ് എന്നുള്ളതാണ്. ഈ ആരെ കിട്ടിയാലും ഉപദേശിക്കുന്ന ശീലം ഉണ്ടായിരുന്ന ഒരാളാണ് ശ്രീരാമൻ. ശ്രീരാമൻ ഉപദേശിച്ചേക്കണ അത്രയും പേരെ ലോകത്ത് ഒരാളെ ഉപദേശിച്ചിട്ടില്ല. ലക്ഷ്മണനെ ഉപദേശിച്ചിട്ടുണ്ട്, ഭരതനെ ഉപദേശിച്ചിട്ടുണ്ട്, കൈകേയിയെ ഉപദേശിച്ച്, കൗസല്യയെ ഉപദേശിച്ചു, ഹനുമാനെ ഉപദേശിച്ചു. ഇങ്ങനെ ആരെ കിട്ടിയാലും ശരിയാണ്, അപ്പം പുള്ളി ഉപദേശിക്കുന്നു. പക്ഷേ ഒറ്റ പ്രാവശ്യം മാത്രമേ സീതയെ ഉപദേശിക്കാൻ ചെന്നുള്ളൂ. അപ്പം സീത പറഞ്ഞു, അതായത് അയോധ്യകാണ്ഡത്തിൽ ഇത് വിട്ട് വനയാത്ര പുറപ്പെടുന്നതിന് മുൻപ് പറഞ്ഞ് നീ ഇവിടെ തന്നെ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ സീത പറഞ്ഞു, ഭാര്യയുടെ ധർമ്മം എന്തൊക്കെയാണെന്ന് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ശ്രീരാമൻ സീതയെ ഉപദേശിക്കുന്നത് നിർത്തി. ഒരാൾക്കും ഒരാളെയും ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ് ഈ ഉപദേശം മാത്രം ചോദിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ചോദിക്കാതെ കൊടുക്കാനും പാടില്ല എന്ന് വേദവ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരാളെ ഇങ്ങനെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ അതേ വരുന്നുണ്ട് ഉപദേശി എന്ന് പറയും, അല്ലേ? നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ പറയുമെന്ന് എനിക്കറിയാം. ഇവരൊക്കെ ഇരിക്കുന്ന കാരണവും ഞാൻ എന്നോടുള്ള ഭയവും പേടിയും ഒന്നുമല്ല. ഇയാൾ ആരാണെന്ന് അറിയില്ല, എന്നാൽ ഇനിയിപ്പോൾ ഞാനോട് ഇതൊന്നും പറയണ്ട എന്ന് കരുതിയിട്ട് എന്തായാലും പുള്ളി വന്നതല്ലേ, പറഞ്ഞു പോയിക്കോട്ടെ എന്നൊരു ഔദാര്യത്തോടു കൂടിയാണ് നിങ്ങളിൽ കുറേ പേര് കൂടി ഇരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഇത്രയും കാലം ഈ കുട്ടികളെ പഠിപ്പിച്ചുള്ള ശീലം കൊണ്ട് എനിക്കറിയാവുന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഘാടകർ നിങ്ങളെ കൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു മഹത്തായ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെയാണ് നാം സനാതന ധർമ്മം എന്ന് പറയുന്നത്. പിന്നീടാണ് അതിനെ ഹിന്ദുമതം എന്നൊക്കെ പറയുന്നത്. അത് പിന്നീട് വന്നൊരു വാക്കാണ്. നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതന ധർമ്മം എന്നാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ വാർത്താ അവതാരകൻ പറഞ്ഞു, സനാതന ധർമ്മം മാരകമായ പകർച്ചവ്യാധിയാണ്, അതിനെ ഉടനെ ശരിപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ അതാഘോഷിക്കും, ഇതാഘോഷിക്കും, മറ്റതാഘോഷിക്കും, പക്ഷെ ഞാൻ ഓണവും വിഷുവും ദീപാവലിയും ഒന്നും ആഘോഷിക്കുന്നതല്ല എന്ന് മാത്രമല്ല സനാതന ധർമ്മത്തെ ശരിപ്പെടുത്തണം. അപ്പൊ ചാനലിലെ അവതാരകര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ പിന്നത്തെ പദവി അവർക്കാണ്. ദൈവത്തേക്കാൾ പദവി ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ എന്നാലും ദൈവം കഴിഞ്ഞാൽ പിന്നത്തെ പദവിയാണ് അവർ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഇയാൾ ഇങ്ങനെ എന്താ പറയാൻ കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു മന്ത്രി തമിഴ്നാട്ടിലുണ്ട്, അയാളും പറഞ്ഞിട്ടുണ്ട് സനാതന ധർമ്മം പാടില്ല എന്ന്. ഇത് മാരകമായിട്ടുള്ളൊരു അസുഖമാണ്, ഇതിനെ ഈ ലോകത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. സനാതനധർമ്മത്തെ ലോകത്തു നിന്ന് മാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയവരുടെ അവസാനത്തെ ആളുകളാണ് ഈ സ്റ്റാലിനും ഈ പറഞ്ഞ ഈ അവതാരകനും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് പേര് പല വേഷങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല കാലങ്ങളിൽ സനാതനധർമ്മത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇല്ലാതെയായിട്ടും സനാതനധർമ്മം നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. എന്താ സനാതനം എന്ന് പറഞ്ഞാൽ? നാശമില്ലാത്തത് എന്ന അർത്ഥം വാക്കില്ല. നാശമില്ലാത്തത് എന്നും നിലനിൽക്കും. നാശമില്ലാത്തത് എന്ന അർത്ഥത്തിൽ നിന്നാണ്
എന്നും നിലനിൽക്കുന്നതാണ് സനാതനം എന്ന അർത്ഥം കൈവന്നത്. നാശമില്ലാത്തതാണ്. നാശമില്ലാത്തത് എപ്പോഴും ഉണ്ടായിരിക്കും. അത് എപ്പോഴും നമ്മോടൊപ്പവും നമുക്ക് ശേഷവും നമുക്ക് മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. അതെന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. കുട്ടികൾ മാത്രം പ്രതികരിച്ചാൽ മതി. രക്ഷിതാക്കളെ ഞാൻ വിട്ടിരിക്കുന്നു. നിങ്ങളിൽ നുണ പറയാത്ത എത്ര പേരുണ്ട്? ഒന്ന് കൈവയ്ക്കാൻ കൊള്ളാം. സത്യസന്ധരാണ് നിങ്ങൾ. എനിക്ക് നിങ്ങളോട് ബഹുമാനമായി. എന്താ ഈ നുണ പറഞ്ഞാലുള്ളൊരു പ്രശ്നം? നമ്മൾ പറയുന്നത് നുണയാണെന്ന് ആദ്യം തിരിച്ചറിയുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. ഒരു നുണയും നമുക്ക് നമ്മെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. നമ്മളിത് പറയുന്ന സമയത്ത് എടാ കള്ള, പെരും കള്ള, നീ പറയുന്നത് നുണയാണെന്ന് ആരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സത്യസന്ധമായിട്ട് ഞാൻ പറയാനിട്ടാ, നിങ്ങൾ അങ്ങനെ ഒന്നും കരുതല്ലേ, ഞാൻ സത്യം പറയുള്ളൂ എന്ന് പറയും. അങ്ങനെ സത്യസന്ധമായി പറയുന്നു, ഞാൻ സത്യമാണ് പറയുന്നത്, നിന്നാണ് സത്യം എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? അത് സമ്പൂർണമായ നുണയായി. നുണയുടെ ഏറ്റവും വലിയ പ്രശ്നം അത് പറയുന്നവനെ വിശ്വസിപ്പിക്കാൻ അയാൾക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സനാതനധർമ്മം എന്ത് പറയുന്നത്? സത്യം വദ. പറയുന്നത് സത്യമായിരിക്കണം. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ഒട്ടും കഴിയില്ല. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കാൻ കഴിയൂ. ഞാൻ സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്കതിൽ വിശ്വാസം തോന്നുന്നില്ലെങ്കിൽ കുഴപ്പം നിങ്ങളുടേതല്ല, എൻ്റേതാണ് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. കാരണം ഞാൻ പറയുമ്പോൾ എനിക്ക് വിശ്വാസമുള്ള, എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് നിങ്ങളും വിശ്വസിക്കേണ്ടി വരും, നിങ്ങളും വിശ്വസിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസത്തോട് കൂടി ഒരു മലയോട് മാറാൻ പറഞ്ഞാൽ ആ മല മാറിപ്പോകും എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിസ്മസ് കാലമായതുകൊണ്ട് യേശുദേവനാണ്. യേശുദേവനും ക്രിസ്ത്യാനിയും തമ്മിൽ പറയത്തെ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. യേശുദേവൻ പറഞ്ഞത് സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിച്ചപ്പോൾ 70 വട്ടം ക്ഷമിക്കണം എന്നാണ്, അനന്തമായി ക്ഷമിക്കണം എന്നാണ്. ഓർത്തഡോക്സുകാരന് യാക്കോബക്കാരനോട് ഇന്ന് വരെ ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമെന്നും ഒരു ഉറപ്പുമില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് ഇതിനെ നോക്കരുത്. പക്ഷേ ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും സനാതന ധർമ്മത്തെ വെച്ചുകൊണ്ടാണ് വിലയിരുത്തുന്നത്. അങ്ങനെ തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇതേ മാനദണ്ഡം മറ്റുള്ളവർക്ക് കൂടി ബാധകമാണ് എന്ന് ഇവർ പറയുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവർക്കും ഇത് ബാധകമാക്കണം. അപ്പൊ എന്താണ് സത്യം? സത്യം എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് സത്യം. പക്ഷെ എല്ലാവരും പറയുന്നത് സത്യം എന്നുള്ളതാണ്. എന്താണ് സത്യം? നിങ്ങൾ കണ്ടത് നിങ്ങളുടെ സത്യമാണ്. അത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? കുഞ്ചൻ നമ്പ്യാരെ ഈ അമ്പലപ്പുഴയായിരുന്നത്. അപ്പൊ അമ്പലപ്പുഴ രാജാവ് പാൽപ്പായസം വിളമ്പി. പാൽപ്പായസം വിളമ്പിയിട്ട് രാജാവ് രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞ് പാൽപ്പായസത്തിന് ഭയങ്കര കയ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും രുചിച്ചു നോക്കിയിട്ട് അയ്യേ കയ്പ് കയ്പ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കോരി കോരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജാവ് ചോദിച്ച്, എന്താ നമ്പ്യാരെ പഞ്ചസാരയുടെ കയ്പില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്പ്യാർ പറഞ്ഞ്, പഞ്ചസാരയുടെ കയ്പ് അടിയന് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതാണ് സത്യം. ആര് എന്ത് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ അനുഭവത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നതാണ് നിങ്ങളുടെ സത്യം.
ലളിതമാണ് കാര്യം. നിങ്ങളുടെ അനുഭവം അത് 10,000 പേര് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്നതല്ല നിങ്ങളുടെ അനുഭവം. നിങ്ങളുടെ അനുഭവം നിങ്ങളിലുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടും ആ അനുഭവത്തെ അതുപോലെ പറയുന്നവനാണ് സത്യം പറയുന്നത്. അതാണ് സത്യം. ഈ സത്യം നമ്മോട് പറയുന്ന ഒരു കാര്യം, എനിക്ക് ഒറ്റക്ക് മാത്രമായി ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ്. ഒറ്റക്കൊന്ന് ഒരാളോട് ചോദിച്ച് ഈ ലോകം നശിക്കാൻ പോകുന്നു, ഒരു റഷ്യൻ കഥ വായിച്ചിട്ടുള്ള ഓർമ്മ വരുന്നു. ലോകം നശിക്കാൻ പോകുന്നു. അപ്പോൾ കുറച്ച് പേരെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു, 3 പേരെ. അപ്പോൾ ആരൊക്കെ വേണമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇയാളുടെ ഭാര്യയാണ് പറഞ്ഞത്, ഒന്ന് ഞങ്ങൾ 2 പേരും, പിന്നെ ആ തട്ടാനും വന്നോട്ടെ എന്ന് പറഞ്ഞു. തട്ടാനും സ്വർണം ഉണ്ടാക്കാനായിട്ട്. ആകെ 3 പേരെ ലോകത്തെ ഉണ്ടാവുള്ളൂ. ആ 3 പേരിൽ ആരൊക്കെയെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അയാളും ആ തട്ടാനും. അപ്പം തട്ടാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോൾ സ്വർണം ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയാണെന്നാണ് പറയുന്നത്. ഇതാണ് മനുഷ്യൻ്റെ പൊതു സ്വഭാവം. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. ആ ഒരുമിച്ച് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ലോകത്ത് ആദ്യമായി ആലോചിക്കുകയും അതിന് ഒരു തത്വമുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് സനാതന ധർമ്മ സംസ്കാരമാണ്. എന്താണ് അതിൻ്റെ പേര്? അതിൻ്റെ പേരാണ് അഹിംസ. എന്താണ് അഹിംസ കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കിയേക്കണം? ഒരാളാരെങ്കിലും ഒന്ന് എഴുന്നിട്ടെന്ന് പറഞ്ഞ് എന്താണ് അഹിംസ? അഹിംസ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? വാക്ക് കേട്ടിട്ടില്ലേ? ഉണ്ടെന്നാ ഇല്ലെന്നാ? ഉറക്കെ പറയൂ. ഉണ്ട്. അപ്പൊ എന്താണ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പറയൂ. എന്താണത്? അറിയില്ല. നോൺ വയലൻസ് എന്ന് വെച്ചാല് അല്ല, എന്താണത് സാധനം? നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ്, നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സ്കൂളിൽ പഠിച്ചിട്ടില്ല അഹിംസ. മഹാത്മാഗാന്ധി എവിടെ വന്നാലും 2 വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകില്ല, സത്യവും അഹിംസയും. ഗാന്ധി അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ ഈ ലോകത്ത് പുതുതായിട്ട് ഒന്നും ആവിഷ്കരിച്ചിട്ടില്ല, ഇത് സനാതനമായി നിൽക്കുന്ന, ലോകാരംഭം മുതൽ സനാതനമായി നിൽക്കുന്ന 2 തത്വങ്ങളാണ്. അതാണ് സത്യവും അഹിംസയും. എന്താണ് അഹിംസ? മിനിമം പറയുന്നത് കൊല്ലാതിരിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ പറഞ്ഞില്ല, അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ വേറൊന്ന് ചോദിക്കും, കൊല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുമെന്നോ പറ്റില്ലെന്നോ? പറ്റില്ല. എന്താ ഉറപ്പ്? കാരണം ആഹരിക്കണം. നമ്മൾ അരി അപ്പൊ തമ്പി പറയും ഞാൻ സസ്യാഹാരിയാണ് എന്ന് പറയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു വറ്റിലുള്ള ജീവനും എന്നിലുള്ള ജീവനും ജീവൻ എന്ന നിലക്ക് അഭിന്നമാണ്. ജീവോ ജീവസ്യ ജീവനം. അത് ജീവികൾ ജീവനെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനെ ഹനിച്ചുകൊണ്ടാണ് ജീവിക്കുക. അപ്പൊ കൊല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ അഹിംസ എന്താണ്? കൊല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? പറയൂ. നമുക്ക് അവിടെയാണ് ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. അഹിംസയ്ക്ക് നമ്മൾ നൽകിയ നിർവചനമാണ്. ആ നിർവചനമാണ് നിങ്ങൾ എല്ലാവരും ഇടക്കിടക്ക് കേട്ടിട്ടുള്ള, പലർക്കും കാണാതെ അറിയാവുന്ന ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രം കേട്ടിട്ടില്ലേ? ഈശാവാസ്യം
ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മ ഗൃഹ കസ്യ സിദ്ധനം. ത്യക്തേന ഭുഞ്ജീത, അതാണ് അഹിംസ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ടേക്ക് ദ മിനിമം. നിങ്ങൾക്ക് എടുക്കാവുന്നതിന്റെ ഏറ്റവും കുറവ് എടുക്കുന്നതാണ് അഹിംസ. അഹിംസ അത് ലംഘിക്കപ്പെടുന്നത് ആ അളവിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴാണ്. അപ്പൊ ദ മിനിമം യൂസ് ഓഫ് മണി, ദ മിനിമം യൂസ് ഓഫ് പവർ, ദ മിനിമം യൂസ് ഓഫ് പൊസിഷൻ, ആ മിനിമം യൂസിന് പറയുന്നതാണ് എന്തെന്ന്? അഹിംസ. ഇതാണ് അഹിംസ എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തൊരു സംസ്കാരത്തിന്റെ പേരാണ് എന്ത്? സനാതന ധർമ്മം. ഇതാണ് അഹിംസ. വേറെ നിങ്ങൾ ഏത് ഭാഷ എടുത്ത് നോക്കിക്കോളൂ, നോൺ വയലൻസ് ഈസ് ആബ്സെൻസ് ഓഫ് കില്ലിംഗ് സംവൺ cannot be practiced. Immediately an intelligent student will definitely ask you that, does it mean that non-violence cannot be practiced? ചോദിക്കൂലേ? കൊല്ലാതിരിക്കലാണ് അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊതുകിനെ കൊല്ലുന്നു, ഉറുമ്പിനെ കൊല്ലുന്നു, വെത്രണ്ണത്തിനെ കൊല്ലുന്നു, അത് കൂടാതെ ആഹരിച്ചുകൊണ്ടിരിക്കുന്നു, കോഴിയെ കൊല്ലുന്നു, ആടിനെ കൊല്ലുന്നു, പന്നിയെ കൊല്ലുന്നു, അങ്ങനെ കിട്ടുന്നതിന് എക്കത്തിനെ കൊല്ലുന്നു, കൊന്നു തിന്നുന്നു, ആ പട്ടിയെ തിന്നുന്നുണ്ട്. ഒരിക്കൽ ഒരു വിശ്വാമിത്രൻ ഭയങ്കരമായി പോയി വിശപ്പ് സഹിക്ക വയ്യാതെ ഒരു ദരിദ്രന്റെ വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് ഒരു പട്ടിയുടെ കഷ്ണം മാത്രമേ ഉള്ളൂ, ഇറച്ചി. അയാൾ പട്ടിയാണ്, അയാൾക്ക് അതേ ഉണ്ട്. ഈ വിശപ്പ് സഹിക്ക വയ്യാതെ വിശ്വാമിത്രൻ അത് എടുത്തു തിന്നു. കാരണം ഇത് ജീവൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് ജീവികളെ ആശ്രയിക്കേണ്ടി വരും. ജീവോ ജീവസ്യ ജീവനം. ജീവികളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. അത് ഏറ്റവും കുറവ് എടുക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? സത്യം. ഈ രണ്ട് സങ്കല്പങ്ങൾ, രണ്ട് വിവരങ്ങൾ ലോകത്തിനോട് ആദ്യം പറഞ്ഞ ഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ? ആ ഗ്രന്ഥത്തിന്റെ പേരാണ് ഋഗ്വേദം. ഋഗ്വേദം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കേട്ടിരിക്കുക, അഗ്നിയിലെ പുരോഹിതം. നമ്മൾ പുരോഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഹിതനാണെന്ന് കരുതും. അല്ല, നമ്മളങ്ങനെ കരുതും. പുരത്തിന് ഹിതത്തെ ചെയ്യുന്നതെന്തോ അത് പുരോഹിതം. പുരത്തിന് എന്ന് പറഞ്ഞ് പുരത്തിന് ഉറക്കെ പറയൂ. പുരത്തിന് ഹിതത്തെ ചെയ്യുന്നതെന്തോ അത് പുരോഹിതം എന്ന് ബഹുവ്രീഹി സമാസം. എന്താ ബഹുവ്രീഹി സമാസത്തിന്റെ പ്രത്യേകത? ആരും ആകാം എന്നുള്ളതാണ്. രാധാകൃഷ്ണൻ, രാധയുടെ കൃഷ്ണൻ ആരോ അവൻ എന്ന് ബഹുവ്രീഹി സമാസം. അപ്പൊ വ്യക്തി മാറി, ആരും ആകാം എന്ന അവസ്ഥ വരും. അപ്പൊ എന്താണ് പുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പുരം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ പേര് പുരം എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രാമത്തിന്റെ പേര് പുരം എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ പേര് പുരം എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതത്തിന്റെ പേര് പുരം എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ പേരും പുരം എന്നാണ്. അപ്പൊ ഈ ലോകത്തിന് ഹിതത്തെ ചെയ്യുന്നവൻ ചെയ്യുന്നതെന്തോ അതാണ് പുരോഹിതം. ആ അഗ്നിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇഷ്ടമാണോ ഹിതം? ഇഷ്ടമാണോ ഹിതം? ഇഷ്ടവുമുണ്ട്, ഹിതവുമുണ്ട്. പ്രമേഹ രോഗിക്ക്
പഞ്ചസാര ഹിതകരമാണോ ഇഷ്ടമാണോ? പ്രമേഹ രോഗിക്ക് പഞ്ചസാര ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അവിടെ സാറേ ചായ പറഞ്ഞു കൊടുക്കട്ടെ, അപ്പം എന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും മധുരം എങ്ങനെയാ എന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും മധുരം കഴിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ആയിക്കോട്ടെ എന്ന് പറയും, ആയിക്കോട്ടെ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇഷ്ടം വേറെ ഹിതം വേറെ. എന്താണ് ഹിതം എന്ന് പറഞ്ഞാൽ? ശ്രേയസ് ഉണ്ടാക്കുന്നതാണ് ഹിതം. പഞ്ചസാര പ്രമേഹ രോഗിക്ക് ശ്രേയസ് ഉണ്ടാക്കില്ല, അയാളെ കൊന്നുകളയും. പക്ഷെ അയാൾക്കത് ഇഷ്ടമാണ്, ഹിതകരമല്ല. അപ്പൊ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എന്തോ അതാണ് എന്ത് എന്ത് സത്യം. ആ സത്യത്തെയാണ് അഗ്നിയുടെ രൂപത്തിൽ ഞാൻ നമസ്കരിക്കുന്നത്. ഇതാണ് നമ്മുടെ സംസ്കാരം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നിലനിൽക്കുക എന്ന് പറഞ്ഞ എൻ്റെ മാത്രം നിലനിൽപ്പാണോ? അല്ല. പിന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക, നമ്മൾ ഒരുമിച്ച് ജീവിക്കുക, ഞാനും നീയും നിലനിൽക്കുക. ഇതിനെയാണ് സഹകരിക്കുക എന്ന് പറയുന്നത്. സഹകരിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരുമിച്ച് പ്രവർത്തിക്കുക, ഞാനും നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുക. അതാണ് നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രി പറയുന്നത്, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ്. ഈ പ്രയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയാണെന്ന് സത്യത്തിൽ ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. അതെനിക്ക് ഇഷ്ടാവുകയും ചെയ്തു. കാരണം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രയാസമുള്ള കാര്യമാണല്ലോ. അതിന് ഹിന്ദി അങ്ങനെ തന്നെ ഒരു വാക്ക് കൊടുത്തു എന്നുള്ളത് നല്ല കാര്യമാണ്. സബ്കാ പ്രയാസ്. നാം ഒരുമിച്ച് ഒപ്പം പ്രവർത്തിക്കുക, അതിലൂടെ നാം ഒപ്പം വികസിക്കുക. ഇതിനെയാണ് എന്തെന്ന് പറയുക? അഹിംസ എന്ന് പറയുക. അപ്പൊ അഹിംസ എന്താണെന്ന് മനസ്സിലായില്ലേ? പിന്നെ ഇതിനാസ്പദമായ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? സത്യം എന്ന് പറയുക. അപ്പൊ സത്യവും അഹിംസയുമാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരശിലയെന്ന് ലോകത്തെ പഠിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? സനാതനധർമ്മം എന്ന് പറയുക. അത് നശിക്കേണ്ട കാര്യമുണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് നശിക്കണം എന്ന് പറയുന്നവരോട് നമുക്ക് പലതും പറയേണ്ടി വരും. അത് പറയാനുള്ള ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളാണ് ചെറുപ്പക്കാര്, നിങ്ങളാണ് അതിൻ്റെ ദൗത്യം ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ പറയണം, ഈ രണ്ട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടും. ആ ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ നാം അവരോട് പറയണം, സനാതനധർമ്മം, ഈ സത്യവും അഹിംസയും ഈ പ്രപഞ്ചത്തിൽ നിലനിന്നുകൊണ്ട് ഈ പ്രപഞ്ചം ഒരുമിച്ച് നമുക്ക് വികസിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നേറുന്നതിനെ കുറിച്ചാണ് ഭാരതം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഒരു രാജ്യവുമായി ഭാരതം അങ്ങോട്ട് യുദ്ധത്തിന് പോയിട്ടില്ല. ലോകത്തിലെ ഒരു പ്രദേശത്തും പോയിട്ട് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ഹിന്ദുക്കളാക്കി മാറ്റാൻ പരിശ്രമിച്ചിട്ടില്ല. വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്ന കാലത്ത് ബ്രിട്ടീഷുകാരേക്കാളും ഇംഗ്ലണ്ടിനേക്കാളും 26 ഇരട്ടിയായിരുന്നു നമ്മുടെ GDP. 26 ഇരട്ടി. അന്ന് വേണമെങ്കിൽ ഇതൊക്കെ ആയിട്ട് പോകാമായിരുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരന് ഇവിടത്തോളം വന്നത്. അല്ലാതെ കാശില്ലാഞ്ഞിട്ട് വന്നതല്ല. അവർ തെണ്ടികളായ കാരണം തെണ്ടി ഇവിടത്തോളം എത്തിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ എല്ലാ തെണ്ടികൾക്കും സാധാരണഗതിയിൽ സംഭവിക്കാനുള്ള അഹങ്കാരം
ബ്രിട്ടീഷുകാർക്കും സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. അവരെന്നിട്ട് എന്താ ചെയ്തത്? നമ്മുടെ ഈ സനാതന ധർമ്മത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങി. ആ പരിശ്രമം തുടങ്ങിയത് എങ്ങനെയാണ്? ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ നടപ്പിലാക്കിയത്. ഇംഗ്ലീഷ് എന്ന ഭാഷയല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സംസ്കാരത്തെയും നമ്മുടെ സംഭാവനകളെയും തമസ്കരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ അല്ല, യൂറോപ്പിന്റെ സംസ്കാരത്തെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതോടുകൂടിയാണ് നമുക്ക് നമ്മുടെ സംസ്കാരം അന്യമായി തീർന്നത്. അതാണ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സായിപ്പ് മെക്കോളെ എന്ന് പറഞ്ഞ സായിപ്പാണ്. മെക്കോളയെ കേട്ടിട്ടില്ലേ? ലോർഡ് മെക്കോളെ. ആ ലോർഡ് മെക്കോളെ എന്ന് പറഞ്ഞ സായിപ്പാണ് 1835 ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ പ്രോജക്റ്റിന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പ്രോജക്റ്റിന് ആമുഖം എഴുതിയത് ലോർഡ് മെക്കോളയാണ്. ആ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യക്ക് ശാസ്ത്രമില്ല, സാഹിത്യമില്ല, തത്വചിന്തയില്ല, സാമൂഹ്യശാസ്ത്രമില്ല, ചരിത്രമില്ല, മതമില്ല, സംഗീതമില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഉള്ളത് യൂറോപ്പിനാണ്. യൂറോപ്പിന്റെ വിജ്ഞാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കാണുന്ന ഈ വിജ്ഞാനങ്ങളെല്ലാം അധമങ്ങളാണ്. ആ അധമങ്ങളായ വിജ്ഞാനങ്ങളെ മാറ്റി ഏറ്റവും ഉത്തമമായ വിജ്ഞാനം നമുക്ക് എല്ലാ മനുഷ്യർക്കും കൊടുക്കണം. അത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞത്. അത് കിട്ടി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ക്രമേണ നമ്മുടെ സംസ്കാരത്തോട് നമുക്ക് അതൃപ്തി തോന്നുകയും അതാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുകയും, അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഏതോ ഒരു കുട്ടി എനിക്ക് പറഞ്ഞു തന്ന് അത് നോൺ വയലൻസ് ആണ് എന്ന് പറഞ്ഞു തന്നില്ലേ? അതാണ് അതിൻ്റെ ഗുണം. അഹിംസ എന്ന വാക്ക് കണ്ടെത്തിയ ഒരു മഹാസംസ്കാരത്തോട് ഇന്ന് അഹിംസ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് നോൺ വയലൻസ് ആണ് എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞതാണ് മെക്കോളെ നേടിയ വലിയ വിജയം. ഇന്നിപ്പോ അഹിംസ ലോകത്തിന് ഋഗ്വേദത്തിൽ 5-ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, യജ്ഞമധ്വരം. യജ്ഞം എന്ന് പറഞ്ഞ അധ്വരം എന്ന് പറഞ്ഞ അഹിംസ. യജ്ഞം അഹിംസയാണ് എന്ന് പറഞ്ഞ ഒരു മഹാസംസ്കാരത്തെ, ഋഗ്വേദ സംസ്കാരത്തെ, സത്യവും അഹിംസയും ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച ഒരു മഹാസംസ്കാരത്തെ, ആ അഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പറയുന്ന നോൺ വയലൻസ് ആണ് എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചെറുപ്പക്കാരെ എത്തിച്ച ആ ജീവിത രീതിയാണ് അപകടം. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ സനാതന ധർമ്മ സംസ്കാരത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം. അതിനെ നാം കണ്ടെത്തണം, അതിനെ നാം പ്രചരിപ്പിക്കണം. അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. കാരണം ഇങ്ങനെ വേറെ ലോകത്തെങ്ങുമില്ല. യൂറോപ്പിൽ മനുഷ്യൻ വന്നു തുടങ്ങിയത് തന്നെ ഈ റോമക്കാരുടെ. ഞാൻ ഇറ്റലി പോയപ്പോ, എന്താണ് അതിൻ്റെ പേര്, കൊളോസിയം അല്ലേ? ഒന്നല്ലേ? അതെ. അത് കാണാൻ വേണ്ടി പോയി. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ കാണാൻ പോയ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള വായിച്ചറിവുണ്ടായിരുന്നു. എന്താണ് അറിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല മനുഷ്യരായിരുന്നു ഇറ്റലിക്കാരെല്ലാം. അപ്പോൾ അവരുടെ ഒരു വിനോദം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ സിംഹത്തെ പിടിച്ചിട്ട് 2-3 ദിവസം അതിന് ഭക്ഷണം കൊടുക്കാതെ ഇടും. അപ്പോഴേക്കും അതിന് ഭയങ്കര വിശപ്പാകും. ആ സമയത്ത് ഒരു മനുഷ്യന് അങ്ങോട്ട് ഇട്ടു കൊടുക്കും. അപ്പൊ ഈ സിംഹം വന്ന് ഈ മനുഷ്യനെ കടിച്ച് കീറി തിന്നുന്നത് കണ്ട് ആനന്ദിച്ചിരുന്ന ഒരു ജനതയാണ് സംസ്കാരത്തിന്റെ ഉന്നതര് എന്നാണ് നമ്മെ പഠിപ്പിച്ചത്. ഇത് ആൻഡ്രോക്ലിയസ് ആൻഡ് ദ ലയൺ എന്ന് അങ്ങനെ എന്തുകൊണ്ടിരുന്ന ആ കഥയുടെ പേര് ഞാൻ വായിച്ചിട്ടുണ്ടത്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഈ ലയൺ ആൻഡ്രോക്ലിയസ് ചെന്ന സമയത്ത് വിശന്ന് വലഞ്ഞ സിംഹം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സിംഹം ഈ ആൻഡ്രോക്ലിയസിനെ തിരിച്ചറിയുകയും സിംഹത്തെ പണ്ട് ഏതോ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതാണ് എന്നുള്ള ഓർമ്മ വന്നിട്ട്
ഇയാളെ തിന്നാതിരിക്കുകയും അയാളുടെ മുന്നിൽ ഈ സിംഹം കീഴടങ്ങുകയും ചെയ്യുന്നു എന്നാണ് ആ കഥ പറയുന്നത്. പക്ഷെ ഞാൻ ആ കഥയിൽ വായിച്ചത് ഇവന്മാർ എന്തൊരു കക്ഷികളാണ് ദൈവമേ. 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ ഇട്ട സിംഹത്തിന്റെ മുന്നിൽ ഒരു മനുഷ്യനെ ഇട്ട് കൊടുത്തിട്ട് ആ മനുഷ്യന്റെ പ്രാണവേദന കണ്ട് ആസ്വദിച്ച് ചിരിക്കാൻ കഴിയുന്ന രീതിയിൽ എന്തൊരു ജീവിതങ്ങൾ. ആ സംസ്കാരം ഉണ്ടായ സായിപ്പാണ് നമ്മളെ വന്നുകൊണ്ട് സംസ്കാരം പഠിപ്പിക്കുന്നത്. ആ സംസ്കാരമാണ് ശരി എന്നാണ് നമ്മളെല്ലാവരും ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പഠിച്ച് വരുന്നതോടുകൂടി നമ്മുടേതായ എല്ലാം മോശമായ കാര്യങ്ങളാണെന്നും സായിപ്പിൻ്റെതായ ഒക്കെ നല്ല കാര്യങ്ങളാണ് എന്നും അവർ വിശ്വസിക്കുന്നത് മാത്രമല്ല നമ്മളും വിശ്വസിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലെങ്കിലും വിദ്യാഭ്യാസത്തിൽ മാറ്റം വരണ്ടേ? മാറ്റം വന്നില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യ ഭരിക്കുന്ന അവസാനത്തെ ബ്രിട്ടീഷുകാരൻ താനായിരിക്കും എന്ന് വിശ്വസിച്ച മനുഷ്യന്റെ പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ സ്കൂൾ ഞങ്ങളെ ഇപ്പോഴത്തെ ചരിത്രം എനിക്കറിയില്ല. ഞങ്ങളൊക്കെ ചരിത്രം എന്ന നിലക്ക് നുണയാണ് മുഴുവൻ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് ഞാൻ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല, മുഴുവൻ നുണയായിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം നിങ്ങൾ പഠിച്ചേക്കണത് എന്തായിട്ടാണ് ചരിത്രത്തില്? മഹാത്മാഗാന്ധിയുടെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു ആര്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നല്ലേ? ആണാ? ഒന്ന് ഉറക്കം പറയുള്ളൂ. എന്താ ഉറങ്ങിയിരിക്കണ? ശരിയാണോ തെറ്റാണോ? ഉറക്ക ആ, അവർക്കൊന്നും ഭക്ഷണം കൊടുത്തില്ല. പക്ഷെ വേണ്ട എനർജി ഇല്ല. കൾച്ചറിന്റെ ക്ഷീണമായിക്കൊണ്ടല്ലേ. ഇതാണ് ഏറ്റവും വലിയ നുണ. ഇതെങ്ങനെയാ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിതൊക്കെ വായിച്ചാണ് പഠിച്ചിട്ടുള്ളത്. അക്ക അരിമ ശിശിഹ് എന്നൊക്കെ പറഞ്ഞ ഹിന്ദിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അരിമ എന്നുള്ളത് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ആ ശരിക്കുള്ള വാക്ക് മറന്നുപോയി ഹിന്ദിയിൽ. ആര്? നെഹ്റു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെഹ്റുവിന്റെ ആരാധകനായ രാമചന്ദ്ര ഗുഹ 3 പുസ്തകങ്ങൾ എഴുതി. ഞാൻ ആ 3 പുസ്തകവും വായിച്ചു. നിങ്ങളും വായിക്കേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാല്, ഇന്ത്യ ബിഫോർ ഗാന്ധി, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചലഞ്ചഡ് ദ വേൾഡ്. ഇതാണ് ആ പുസ്തകം. അതില് ഈ ഇന്ത്യ ബിഫോർ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ 263-264 പേജിൽ 2 കത്തുകൾ രാമചന്ദ്ര ഗുഹ കോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിക്ക് എഴുതിയതും, 2 ഗാന്ധി നെഹ്റുവിന് എഴുതിയ മറുപടി. ഞാനല്ല, സാക്ഷാൽ രാമേന്ദ്ര ഗുഹ നെഹ്റുവിൻ്റെ ആരാധകനും ഭക്തനുമാണ്. പക്ഷെ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം വസ്തുതകൾ മറച്ചു വെക്കില്ല. എന്താണ് ആ കത്തെന്നറിയാമോ? 1927 ഡിസംബർ 29 എഴുതി, I have no faith in truth and ahimsa, Satya and ahimsa as they have been taught by you. I don't believe in communal harmony. I don't believe in cottage industries. And I have no faith in Charka and Adi. ഇങ്ങനെ പറഞ്ഞ ഒരാളാ ഗാന്ധി ശിഷ്യനായി കരുതാൻ പറ്റുമോ? എന്താ കാരണം? ഗാന്ധി പറഞ്ഞത് എനിക്ക് സത്യവും അഹിംസയും പ്രാണവായുവാണെന്നാണ്. നെഹ്റു പറഞ്ഞ് എനിക്ക് സത്യത്തിലും അഹിംസയിലും ഒരു വിശ്വാസവുമില്ല, എനിക്ക് മതസൗഹാർദ്ദത്തിൽ വിശ്വാസമില്ല. പിന്നെ എന്തിനാണ് വിശ്വാസം? I do believe
in Western secularism and Soviet model socialism. ആരാ പറഞ്ഞത്? നെഹ്റു. ആ നെഹ്റു ഗാന്ധി ശിഷ്യനാണ്. ആണോ? അന്നല്ല, അല്ലേ അല്ല, ഉറക്കപ്പുറ അല്ലേ അല്ല. പക്ഷെ ഞാനും നിങ്ങളും പഠിച്ചത് എന്തും പറഞ്ഞുകൊണ്ടാണ്? നെഹ്റു ആണ് ഗാന്ധിയുടെ ശിഷ്യൻ എന്നാണ്. ഇതാണ് ചരിത്രം നമ്മെ തെറ്റായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്. അതിന് ഗാന്ധി ഒരു മറുപടി എഴുതി, I have lost a staunch friend and comrade forever. എനിക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെയും സഹപ്രവർത്തകനെയും സഖാവിനെയും എന്നേക്കുമായി നഷ്ടമായി. ഇത് 1928 എഴുതിയ കത്താണ്. 29 ഗാന്ധി നെഹ്റു AICCയുടെ പ്രസിഡന്റ് ആകുന്നത്. അതിന് മുൻപ് എഴുതിയതാണ്. പക്ഷെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നെഹ്റു ആണ് ഗാന്ധിയുടെ അരിമ ശിഷ്യൻ എന്നാണ്. എന്തൊരു കഷ്ടമാണെന്ന് പഠിപ്പിക്കുന്നത്, എന്തൊരു നുണയാണ് പഠിപ്പിക്കുന്നത്. ഈ നുണ പഠിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? സനാതന ധർമ്മം എന്താണ് അതിൻ്റെ പേര്? പകർച്ചവ്യാധിയാണ് എന്ന ഒരു വികലമായ സങ്കല്പം ഒരാൾ പറയുമ്പോൾ അതിനോ എതിർക്കാതിരിക്കാനുള്ള മനസ്സുകൂടി നിങ്ങൾക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ് ദുരന്തം. അവിടെയാണ് എൻ്റെ ദുരന്തം വന്നിരിക്കുന്നത്. നമുക്കത് എതിർക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കാരണം ആ വിദ്യാഭ്യാസം നമുക്ക് നൽകുകയും ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമ്മൾ കൂടുതൽ അടിമകളാക്കി തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ അടിമകളാക്കി മാറി. ആ അടിമത്വം മാറ്റിയെടുക്കണം. ആ അടിമത്വം മാറ്റിയെടുക്കുകയും ലോകം മുഴുവൻ ഇരുട്ടിലാണ്ട് കിടന്ന ഒരു കാലത്ത്, ലോകത്തെങ്ങും വെളിച്ചത്തിന്റെ ഒരു ചെറു കണിക പോലും കാണാതിരുന്ന കാലത്ത്, സത്യത്തിന്റെയും അഹിംസയുടെയും നിത്യദീപ്തമായ പ്രകാശം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു മഹാസംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. നിങ്ങളൊക്കെ അവിടെ കഴിയുന്ന സമയത്ത് നിങ്ങളൊക്കെ ഇരുട്ടിലായിരുന്നു. അപ്പോൾ ഈ ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുത്തത് ഞങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ സംസ്കാരത്തിൽ നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി നെഞ്ച് വിരിച്ചു നിന്ന് ലോകത്തോട് പറയണം, യൂറോപ്യന്മാരായ നിങ്ങൾ ഇരുട്ടിൽ കഴിയുന്ന കാലത്ത് വിശന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിംഹത്തിന്റെ മുന്നിൽ മനുഷ്യനെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് ആ മനുഷ്യൻ എങ്ങനെയാണ് പ്രാണവേദന കൊണ്ട് പിടയുന്നത് എന്ന് കണ്ട് ആസ്വദിച്ച് ചിരിച്ചിരുന്ന കാലത്ത്, സത്യവും അഹിംസയുമാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരശിലകളെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു മഹാസംസ്കാരത്തിന്റെ ഉടമകളാണ് ഞങ്ങൾ എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമേ ഭാരതം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടുകയുള്ളൂ. അതുവരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതെ പോയത് ആ സംസ്കാരത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയാതിരുന്നു എന്നതുകൊണ്ടാണ്. ആ സംസ്കാരമാണ് ലോകത്തെ നിലനിർത്തുന്നത് എന്ന് ലോകത്തോട് പറയാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയാതെ പോയി എന്നതുകൊണ്ടാണ്. ആ സംസ്കാരം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ വിദ്യാഭ്യാസ നയ രൂപീകരണ പദ്ധതിയുമായി മോദി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP. അത് ഈ സംസ്കാരം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സംസ്കാരം നിങ്ങൾ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് അപകർഷതാബോധമില്ലാതെ നിൽക്കാൻ കഴിയൂ. ഇത് യൂറോപ്പിന്റെ സായിപ്പിനെ കാണുമ്പോ കവാത്ത്, ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ മണി എത്രയായി? 11. ഇപ്പോൾ 11:40 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, എഴുതണമെന്നുണ്ടെങ്കിൽ 4 സായിപ്പന്മാരെ കോട്ട് ചെയ്യും. കാളിദാസനെ കുറിച്ച് വായിച്ച് പോകുമ്പോ കേരള ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന്, what a nonsense it is. Kalidasan is a great poet.
And there is no comparison between Shakespeare and Kalidasan. Shakespeare says that life is a tale told by an idiot full of sound and fury signifying nothing. That's not Kalidasa says. ജീവിതം അമൃതമാണ്, ജീവിതം അമൃതമാണ് എന്ന് പറയുന്ന കാളിദാസൻ എവിടെ കിടക്കുന്നു? ജീവിതം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വിഡ്ഢി പറഞ്ഞ കടങ്കഥയാണെന്നും അതിൽ കുറെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഇത് അർത്ഥശൂന്യമാണ് എന്ന് പറയുന്ന ഷേക്സ്പിയർ എവിടെ കിടക്കുന്നു? പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണെന്നാണ്. വ്യാസനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ പറയും എന്താണ്, ആ ഗ്രീക്കിലുള്ള ഹോമറാണ്. ഹോമറും വ്യാസനും തമ്മിൽ പിന്നെ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നവരിൽ മഹാഭൂരിപക്ഷം പേരും ഇതൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അജ്ഞത വലിയ അനുഗ്രഹമായി തീരുമെന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഈ സംസ്കാരത്തെ തിരിച്ചു പിടിക്കണം. ആ സംസ്കാരം തിരിച്ചു പിടിക്കുമ്പോൾ നിങ്ങളുടെ ശിരസ് ഉയർന്നു നിൽക്കും. ഏത് സായിപ്പ് വന്നാലും നിങ്ങൾ പറയും, ഹേ സായിപ്പേ, നിങ്ങളുടെ സംസ്കാരത്തെക്കാളൊക്കെ എത്രയോ സമുന്നതമായ ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഞങ്ങൾ. ആ ഉറച്ച ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് ഷിക്കാഗോയിൽ നടന്ന ലോകമത സമ്മേളനത്തിൽ എക്സ്ക്ലൂഷൻ എന്നൊരു വാക്കില്ലാത്തൊരു മഹാസംസ്കാരത്തിന്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് ആര് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഭാഗ്യം, അതെങ്കിലും കുറെ പേര് കേട്ടിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എക്സ്ക്ലൂഷൻ എന്നൊരു വാക്കില്ലാത്ത സംസ്കാരം. ബാക്കി എല്ലാത്തിലും എക്സ്ക്ലൂഷൻ ഉണ്ട്. നോൺ ക്രിസ്ത്യൻ, നോൺ മുസ്ലിം, നോൺ ജൂ, everyone is a Hindu unless he declared otherwise. Everyone is a Hindu unless he declared otherwise. താൻ ഹിന്ദു അല്ല എന്നൊരുത്തൻ പ്രഖ്യാപിച്ചാൽ മാത്രമേ ലോകത്തിലെ ഏത് മനുഷ്യനും ഹിന്ദു അല്ലാതെയാകൂ. അല്ലെങ്കിൽ അയാൾ ഹിന്ദുവാണ് എന്നുള്ളതാണ് സത്യം. അയാളാണ് ഹിന്ദു. അതിൽ നിരീശ്വരവാദികളുണ്ട്, ഈശ്വരവാദികളുണ്ട്, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവരുണ്ട്, കാളി കൂളി കുട്ടിച്ചാത്തൻ തുടങ്ങി സകല ദൈവങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ട്, കൂടോത്രത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അയ്യോ, കുട്ടിച്ചാത്തൻ മുതൽ ഇങ്ങോട്ട് ആരൊക്കെ ഏതൊക്കെ ഈ പറവൂർ, എൻ്റെ അമ്മയുടെ വീട് പറവൂരായിരുന്നു. ആ പ്രദേശത്ത് ഒരു ലോക്കൽ ഭയങ്കര ഡീക്കി ഉണ്ട്. ആ ഡീക്കിയുടെ പേര് ഒറ്റമുളച്ചി എന്നാണ്. ഭയങ്കര പേടിയാണ്. ചെറുപ്പത്തിലൊക്കെ പേടിപ്പിച്ചിരുന്നത്. ചെറുപ്പം മുതലേ ഈ ഒറ്റമുളച്ചി. ഇപ്പോഴും ഞാൻ അതുവഴി വല്ലപ്പോഴും കടന്നു പോവുകയാണെങ്കിൽ ഞാൻ നോക്കും, ഈ പ്രദേശത്ത് വല്ലയിടത്തും ഒറ്റമുളച്ചി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ എന്തോ അവരുടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ഛേദിച്ചിട്ട് അവരവിടെ മുക്കിക്കൊന്നു. ആ പ്രേതം ആ പ്രദേശത്തുണ്ട് എന്ന് പറഞ്ഞ കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പിന്നെ ആ പ്രദേശത്ത് പോവുകയോ അവിടെ കുളിക്കാൻ ഇറങ്ങുകയോ ചെയ്തിട്ടില്ല. കാരണം എങ്ങാൻ വന്ന് പിടിച്ചാലൊന്നും വരില്ല. ഇത്ര വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തത് ഭാരതമാണ്. അതുകൊണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ അഭിരമിക്കുന്ന, ഹൈന്ദവ സംസ്കാരത്തിൽ അഭിരമിക്കുന്ന, വേദ സംസ്കാരത്തിൽ ആർജവത്തോടു കൂടി ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഭക്തിയോടുകൂടി ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൽ കുർബാന സമയത്ത് നിൽക്കാൻ കഴിയൂ. അത് കഴിയുന്നത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അദ്ദേഹത്തെ അതിന് പ്രാപ്തമാക്കിയത് നമ്മുടെ ഈ സംസ്കാരമാണ്. ആ സംസ്കാരത്തിന്റെ പ്രചാരകരായി ഇരുന്നുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ സനാതന ധർമ്മം, ആ സനാതന ധർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം നിലനിൽക്കൂ എന്ന് ലോകത്തോട് പറയാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിശീലന കളരി ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെല്ലാം നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.